പുറത്തൊക്കെ കൊറോണ ഇല്ലേ, പുറത്തു പോയി സ്നാക്സ് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. അതെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയോ? അതെ, അരിപ്പപ്പടമാണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ? നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പപ്പടമാണ്. പലതരത്തിലുള്ള പപ്പടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അരിപ്പപ്പടം, കപ്പപ്പപ്പടം, ചക്കപ്പപ്പടം. നമ്മൾ ഇന്നാളെ ചക്കപ്പപ്പടം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പപ്പടമാണ്, അരി കൊണ്ട് ഉണ്ടാക്കുന്ന പപ്പടമാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: പച്ചരി 3 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് 3 നാഴി അരി. ഇപ്പോൾ ഒരു വലിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി എടുത്താൽ ഒരു ഏകദേശം 50 പപ്പടത്തോളം ഉണ്ടാക്കാൻ പറ്റും. അത് തലേ ദിവസം വെള്ളത്തിലിട്ട് അരച്ച് വച്ചിരിക്കുന്നതാണ്. തലേ ദിവസം അരച്ച് വെച്ചിട്ട് രാവിലെ ഇത് ഉണ്ടാക്കി തുടങ്ങും. അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന മാവാണിത്. അതിലേക്ക് കുറച്ച് ജീരകം, കുറച്ച് എള്ള്, കുറച്ച് കായം, ഇത്രയും ഉപ്പും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ പപ്പടം ഉണ്ടാക്കാൻ ഒരു അച്ചുണ്ട്. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ചിട്ട് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരിപ്പപ്പടത്തിൻ്റെ അച്ചാണിത്. അതായത് ഒരു സ്റ്റാൻഡും ഒരു ഷീറ്റും. ഇത് നമുക്ക് പാലക്കാട് ഭാഗങ്ങളിലൊക്കെയാണ് വാങ്ങാൻ കിട്ടുന്നത്. ഇതിൽ ജസ്റ്റ് ഇത്തിരി എണ്ണ തേച്ച് ഈ മാവ് അതിലൊഴിച്ച് ഒന്ന് പരത്തി ഇങ്ങനെ സ്റ്റാൻഡിൽ വെക്കുക. ആവിയിൽ 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂൺ ഏകദേശം എടുത്തിട്ട് ആ എണ്ണ തേച്ച തട്ടിലേക്ക് ഒഴിച്ച് ഒന്ന് പപ്പടം പോലെ പപ്പടത്തിൻ്റെ ആകൃതിയിൽ വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇത് ആ സ്റ്റാൻഡിൽ വെക്കുക. വെച്ച് ഇഡലി തട്ടിലോ കുക്കറിലോ വെച്ചിട്ട് 1 മിനിറ്റ് നേരം ആവി കൊണ്ടാകും. ആദ്യം തട്ടിൽ എണ്ണ നല്ലോണം തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ കിട്ടില്ല. ഇത് പെട്ടെന്നാവും. ഞാനിതിലൊരു 2 സ്പൂൺ ജീരകം, ഒരു 2 സ്പൂൺ എള്ള്, കുറച്ച് കായം, അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് മാവ് അധികം ഒഴിക്കരുത്. അപ്പോൾ കട്ടി കൂടി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. 1 സ്പൂണ് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ആദ്യത്തെ തട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇഡലിക്കൊക്കെ വെള്ളം തിളപ്പിക്കുന്ന പോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇഡലി പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം തിളച്ചതിലേക്ക് ഈ സ്റ്റാൻഡ് പതുക്കെ ഇറക്കി വയ്ക്കുകയാണ്. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് 1 മിനിറ്റ് നേരം ആവി കൊണ്ടാകും.
1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവി വന്ന് തുടങ്ങിയിട്ട് ഇനി നമുക്കത് വാങ്ങാം. കുറച്ച് സമയം മതി ഇതാവാനായിട്ട്. ഇങ്ങനത്തെ ഷീറ്റ് ഒരു സെറ്റിൽ 6 എണ്ണമാണ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു 2-3 സെറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ജസ്റ്റ് കൈ കൊണ്ട് നോക്കി തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പതുക്കെ പതുക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് എല്ലാം നമുക്ക് സ്പൂൺ ഉപയോഗിക്കണമെങ്കിൽ സ്പൂൺ എടുക്കാം. കൈ കൊണ്ട് എടുക്കുന്നതാണ്. ഇതുപോലെ എടുത്തിട്ട് നേരെ വെയിലത്ത് കൊണ്ട് ഉണക്കാം. ഇത് നമുക്ക് വെയിലത്തിടാനായിട്ട് ഈ കൊട്ടയിലിട്ടിട്ട് കൊണ്ടുവയ്ക്കാം. ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് കുറച്ച് എണ്ണ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് ഈ പപ്പടം വെയിലത്തിട്ട് ഉണക്കാം. പോവാം, നമുക്ക് പോവാം. പപ്പടങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞിട്ട് കട്ടി പോലെയാവും. അപ്പൊ അതെടുത്തിട്ട് നമുക്ക് വറുത്തിട്ട് കഴിക്കാം. പപ്പടം ഇപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഒരു നല്ലൊരു വെയിലത്തിടുകയാണെന്നുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ട് ഇത് ഉണങ്ങും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടുകയാണെങ്കിൽ അതായിട്ടുണ്ട് പപ്പടം. ഒരു 2 മണിക്കൂർ നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പപ്പടം റെഡിയാവും. നമുക്കിത് വറുത്ത് നോക്കാം. ഒരു സൈഡ് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരുവിധം ഒരു സൈഡ് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് ഉണക്കിയെടുക്കാം. അതിന് മുമ്പ് തന്നെ ഇത് നല്ലോണം ഉണങ്ങും. നല്ല വെയിലത്തിട്ടാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് ഇത് ഉണങ്ങിക്കും. അരിപ്പപ്പടം എല്ലാം നമ്മൾ ഉണ്ടാക്കി വെയിലത്തിൽ ഉണക്കാൻ വെച്ചു. ഇനി നമുക്ക് കാച്ചി നോക്കാം. ഇതാണ് നമ്മുടെ അരിപ്പപ്പടം. ഇത് നമുക്ക് കാച്ചി നോക്കിയാലോ? പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. നല്ലോണം ഇങ്ങനെ പൊള്ളച്ച് വരും.
അയ്യോ